ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ എനിക്ക് ഡോക്ടറുടെ രൂപത്തിൽ വന്ന് എന്നെ അനുഗ്രഹിച്ച ഒരു കഥ ഞാൻ പറയാം. അതായത് 2023 മാർച്ച് 15 എൻ്റെ വയറ്റിലെ ഓവറിൽ നിന്നൊരു മുഴ വളർന്ന്, അതായത് പുറത്തേക്ക് അത് വളർന്നിട്ട് ഏകദേശം വയറിൻ്റെ മുകളിൽ വരെ എത്തി. ഒരുപാട് വലിയൊരു മുഴയായിരുന്നു. അത് ഞാനിവിടെ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് എനിക്ക് എനിക്ക് വണ്ണം വെക്കുമെന്നും പറഞ്ഞ് ഞങ്ങൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അതിനെ ഒരു സ്കാൻ ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ ഒരു മുഴയാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ ഒരിടത്തും ചെയ്യണ്ട, അത് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലിൽ ചെയ്താൽ മതി എന്ന് എന്നോട് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു. ഇതൊരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു. സാധാരണ നമ്മൾ പനിക്കൊക്കെ പോയി പിള്ളേരെയും കൊണ്ടൊക്കെ പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്നാലും ആ ഡോക്ടർ നല്ല മിടുക്കി കേട്ടോ. അപ്പം അങ്ങനെ ഞാനതും കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് കാരിത്താസിലെ ഗൈനക്കോളജിയുടെ, അതായത് സീനിയർ ഡോക്ടർ ഹരീഷ് ചന്ദ്രൻ നായർ എന്നാണ് ഡോക്ടറുടെ പേര്. അപ്പോൾ ആ ഡോക്ടറെ കാണാമെന്ന് തീരുമാനിച്ചു. കാരണം യാത്രയ്ക്കൊക്കെ സൗകര്യം കോട്ടയം സൈഡിലേക്ക് ആയതുകൊണ്ട്, അതായത് തൊടുപുഴയിൽ നിന്ന് പോകാൻ കോട്ടയം സൈഡിലേക്ക് ആയതുകൊണ്ട് ഞങ്ങൾ കാരിത്താസാണ് സെലക്ട് ചെയ്ത്. അപ്പം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല ഡോക്ടർ ഈ സീനിയർ ഡോക്ടർ ഹരീഷ് ഡോക്ടറാണെന്നറിഞ്ഞ് ആ ഡോക്ടറുടെ അടുത്ത് പോകുന്നു. അപ്പോൾ ഒരു മാർച്ച് 1 ഞാൻ ആദ്യമായിട്ട് ആ ഡോക്ടറെ കാണാൻ പോകുന്നു. വെറും 5-10 മിനിറ്റ് അത്ര നേരം കൊണ്ട് ഡോക്ടർ എൻ്റെ ഈ സ്കാനിങ് റിപ്പോർട്ട് കയ്യിലിരിക്കുന്ന കണ്ടേച്ച് എന്നോട് പറഞ്ഞു, കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് വാന്നും പറഞ്ഞു. അത് അൾട്രാസൗണ്ട് ഉണ്ടായിരുന്നു, ഉള്ളിൽ ചെയ്യണുണ്ടായിരുന്നു, ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, എക്സ്റേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഇത്രയും വലുതായതുകൊണ്ട് നമുക്കൊരു MRI കൂടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം എടുത്തതിനേക്കാളും കുറച്ചുകൂടി വലുതായിരുന്നു അന്ന് ടെസ്റ്റ് ചെയ്തപ്പം ആ മുഴ. അപ്പോൾ MRI കൂടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ആഴ്ച ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഇനി ഇത് വെച്ചോണ്ടൊന്നും ഇരിക്കണ്ട, അത്രയ്ക്ക് വലുതാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനെ സർജറി ചെയ്തെടുത്ത് മാറ്റണമെന്നും പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ തൊട്ട് അടുത്ത സർജറി ഡേയിൽ നമുക്ക് ഫിക്സ് ചെയ്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിറ്റേ ബുധനാഴ്ച, അതായത് 1 ബുധനാഴ്ച, 8 ബുധനാഴ്ച പോയി. പിന്നെ 15 ഞങ്ങൾ അത് ബുക്ക് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, ചൊവ്വാഴ്ച നിങ്ങൾ വന്ന് ഇവിടെ ഗൈനക്കോളജിയിൽ അഡ്മിറ്റ് ആയിക്കോ, എന്നെ കാണണമെന്നൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുന്നു. അപ്പം ഞങ്ങൾ ചൊവ്വാഴ്ച പോയി അഡ്മിറ്റ് ആവുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക, എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് അവിടെ എല്ലാ ഭഗവാന്റെ സാന്നിധ്യമൊക്കെ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റണേ. എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. കാരണം എന്നോട് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ, ഇത് പുറത്തേക്ക് വളർന്നേക്കണ മുഴയായതുകൊണ്ട് ചിലപ്പം ഗൈനക്കോളജി വിഭാഗത്തിന് തന്നെ പറ്റില്ല, ഒരു ജനറൽ സർജനും കൂടെ വേണ്ടി വരുമെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവിടെ ചെന്നപ്പോൾ ഹരീഷ് ഡോക്ടർ പ്രത്യേകിച്ച് ഇതിന് വലിയ പേടിക്കുന്ന രീതിയിലൊന്നും എന്നോട് സംസാരിച്ചുമില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് അവിടെ ഇവിടുന്നേ പ്രാർത്ഥിച്ചിട്ട് പോവുക, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്കതൊക്കെ അനുഭവിച്ചറിയാൻ